ED റെയ്ഡിനെതിരെ തെരുവിൽ ശക്തമായ പ്രതിഷേധവുമായി CPIM പ്രവർത്തകർ രംഗത്തെത്തുന്ന കാഴ്ച ഇന്ന് കണ്ടു. റെയ്ഡ് നടക്കുന്നതിനിടെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും പിണറായി വിജയന്റെ വീടുകൾക്ക് മുന്നിൽ CPIM പ്രവർത്തകർ തടിച്ചുകൂടി. മുതിർന്ന CPI നേതാക്കൾ ഉൾപ്പെടെ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. EDയുടെ റെയ്ഡ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് പ്രവർത്തകർ എത്തിത്തുടങ്ങി. നേതാക്കൾ എത്തിയതോടെ EDക്കെതിരായ പ്രതിഷേധവും കനത്തു. ഈ റെയ്ഡ് BJPയും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷന്റെ തുടക്കമാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPMനെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ് നടന്നിട്ടുള്ളത്. ഇടതുപക്ഷത്തെ CPMനെ തകർക്കാനുള്ള BJPയുടെ അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിന്റെ പരിശ്രമത്തെ ജനാധിപത്യ കേരളം ശക്തമായി ചെറുത്ത് പരാജയപ്പെടുത്തുകയാണ്. റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രവർത്തകർ കൂവി വിളിച്ചു. തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ പിണറായിയുടെ വാടക വീടിന് മുന്നിൽ രാവിലെ മുതൽ പ്രവർത്തകർ തടിച്ചുകൂടി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് EDക്കെതിരെ മുദ്രാവാക്യം മുഴക്കി. കോൺഗ്രസും BJPയുമായിട്ടുള്ള ഡീൽ ഇവിടെ കൃത്യമായിട്ട് കേരളത്തിൽ പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒന്നായിട്ടാണ് നമുക്കിതിനെ കാണാനാവുക, ഈ റെയ്ഡിനെ കാണാനാവുക. കോഴിക്കോട് കോട്ടൂളിയിലെ PA മുഹമ്മദ് റിയാസിന്റെ വീടിന് മുന്നിലേക്കും നേതാക്കളും പ്രവർത്തകരും എത്തി. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ EDയുടെ വാഹനം പ്രവർത്തകർ തടഞ്ഞെങ്കിലും നേതാക്കൾ ഇടപെട്ട് വിട്ടയച്ചു. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.